നമ്മൾ മഴയൊക്കെ ഒന്ന് തോർന്നു, വലിയ കാറ്റൊക്കെ കഴിഞ്ഞു, പയ്യെ മഴയൊക്കെ തോർന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണേ. പറമ്പിലേക്കൊന്ന് ഇറങ്ങി, എല്ലായിടത്തും പുല്ലും കാടുമൊക്കെയാണ്. അപ്പം നമുക്കിവിടെ ഒരു പുളിമരമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. വഴിയൊക്കെ മൂടി പുല്ല് കയറി കിടക്കുക. നിങ്ങളെ പുള്ളിക്ക് പറയുന്ന പേരൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ ഇവിടെ പറയുന്നത് കുടംപുള്ളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പലരും പറയും കാച്ചുംപുള്ളി എന്നൊക്കെ പറയും. പറമ്പിലും എല്ലാം കിടന്ന് ചീഞ്ഞു പോയി. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വഴിയൊക്കെ കാണുന്നുണ്ട്, ആരെങ്കിലൊക്കെ ഒന്ന് പറക്കിക്കൊണ്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഇതിലിങ്ങനെ വഴി ഇങ്ങനെ സുലഭമായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ള് പനയാണ്. ഇവിടെയൊക്കെ പനയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വരുന്നു അതൊക്കെ ഈ പന പൂത്ത് കഴിഞ്ഞാൽ പന പോവും കേട്ടോ, ഉണങ്ങിപ്പോവും. അപ്പോൾ നിറച്ചും പന എടുക്കുന്നതാണ് പുളിയെ. പക്ഷേ എങ്കിൽ കഴിഞ്ഞ വർഷം നിറച്ചും കായ്ച്ചുകൊണ്ട് ഇത് ഒന്നരാടം വർഷമേ കായ്ക്കുള്ളേ. അപ്പം അവിടെ ഇവിടെയൊക്കെ അങ്ങ് മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം പഴുത്ത് വീണിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആൾക്കാരൊക്കെ പറക്കിക്കൊണ്ട് പോയി. ഇത് കണ്ടോ, ഇതൊക്കെയാണ് കാച്ചുംപുള്ളി എന്ന് പറയും, അല്ലെങ്കിൽ കുടംപുള്ളി എന്ന് പറയും. അപ്പോൾ ആളുകൾ പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല, ഇഷ്ടംപോലെ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുറേ ദിവസമൊക്കെ കൂടിയതല്ലേ, അപ്പോൾ ഒന്ന് ഇറങ്ങി ഇതിൻ്റെയൊക്കെ ചൂടുവഴിയൊക്കെ വരാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പറക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇത് വലിയ പുളിയാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ്. ഇത് പിന്നെ എല്ലാ വർഷവും കായ്ക്കുക. പക്ഷേ ഒരു സെപ്റ്റംബറൊക്കെ ആവാതെ ഇവനങ്ങോട്ട് പഴുക്കുകയല്ല. കണ്ട് കിടക്കുന്നുണ്ട്, നിറച്ചും കിടപ്പുണ്ട്. അപ്പോൾ അത് അവൻ ഇത്രയേ ഇതാവുള്ളൂ. താഴേക്ക് ഇഷ്ടംപോലെ വീണ് കിടപ്പുണ്ട്. ഇത് കണ്ടോ, അപ്പം ഈ ഒരു ടൈപ്പാണ് ഇത്. ഇതങ്ങനെ 2 ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പ്. അങ്ങനെ 2 ടൈപ്പ് പുളിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാനെന്നാൽ ശരി പുളിയൊക്കെ പിറക്കട്ടെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇറങ്ങി. ഇവിടെ മുഴുവൻ പനങ്കാടാണ്. ഒത്തിരി ആളുകളൊക്കെ വന്ന് പിറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴും കുറച്ചൊക്കെ നമുക്കും പിറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ശരി, കുറേ വീണ് കിടപ്പുണ്ട്. ഇവിടെയെല്ലാം നിറച്ചും വീണ് കിടക്കുകയാണ്. പനേൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാതെ. അപ്പോൾ ഇഷ്ടം പോലെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പിറക്കി കൊണ്ട് പൊളിച്ച് ചേര് കെട്ടി ചേരയിലിടണം. അപ്പോൾ അത് ഓക്കെയാവും. പ്ലാവ് ചക്കയും കിടപ്പുണ്ട്. കൂഴച്ചക്കയാണ്, മഴക്കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അതുണ്ടല്ലോ ഇത് വീണൊക്കെ കിടക്കണം. അപ്പം അതും 1-2 ചക്കയൊക്കെ ഉണ്ട്. അതൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് പുഴുങ്ങട്ടെ. വെള്ളം കയറത്തില്ല കേട്ടോ, നല്ല ചക്കയാണ്, വെള്ളമൊന്നും ഒട്ടും കയറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചും പെറുക്കിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കാം, ഇങ്ങനെ വലിയ ചുറ്റും വലിയ കാടും കാര്യങ്ങളൊക്കെയാണ്. വീടൊന്നുമില്ല. നമ്മുടെ പറമ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയോര മേഖലയായതുകൊണ്ട് കർഷകരായ ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് നോക്കത്താത്ത ദൂരത്തെല്ലാവരുടെ സ്ഥലമാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ തന്നെ 18 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. അപ്പം ആ സ്ഥലങ്ങളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ 2 ടൈപ്പ് ഓഫ് പുളിയുണ്ടെന്ന്. അപ്പോൾ ഒന്ന് മറ്റേ വലിയ തരത്തിൽ നല്ല ചുളക്കട്ടിയോട് കൂടിയിട്ടുള്ളതാണ്. ഇത് നൈസ്, അത് വലിയ കട്ടിയില്ലാത്ത തരത്തിലുള്ള പുളിയാണ് കേട്ടോ. ചുളക്കട്ടിയുള്ള പുള്ളി 1-2 വർഷമേ കഴിക്കത്തുള്ളൂ. അത് നല്ല വലിപ്പത്തിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇത് പിന്നെ എല്ലാ വർഷവും ത്രൂ ഔട്ട് കായ്ച്ചുകൊണ്ടേയിരിക്കും.